അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ലതായിട്ട് ഞെട്ടിച്ചു. എല്ലാം നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല മൂവിയായിരുന്നു, നല്ല എൻഗേജിങ് മൂവിയാണ്. സസ്പെൻസ് ഒക്കെ ഉണ്ട്, വേറൊരു ജോണർ, നമ്മൾ കാണാത്തൊരു ജോണർ. നല്ല വിഷ്വൽസ് ആൻഡ് ഓഡിയോ, നല്ല ഇംപ്രസീവ് മൂവി, നല്ല അടിപൊളിയായിരുന്നു. അതെ അതെ, നമ്മൾ കാണാത്തൊരു തരം കോൺസെപ്റ്റ്, എൻഗേജിങ് ആണ്. നല്ലതായിട്ടുണ്ട്, നല്ല മൂവിയാണ്. തകർപ്പൻ, അടുത്ത മാസം അടുത്ത ഹിറ്റാണ് സൂപ്പറോണം. പിന്നെ ഉറപ്പായിട്ടും ഭയങ്കര അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല സ്റ്റോറി ആണെങ്കിലും സ്ക്രീൻ പ്ലേ ആണെങ്കിലും എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് ഭയങ്കര അടിപൊളിയായിട്ടാണ്. പിന്നെ അസ്കർ അടിപൊളി പെർഫോമൻസ് ആണ്. എല്ലാവരും ആക്ടേഴ്സ് എല്ലാവരും നല്ല അടിപൊളി പെർഫോമൻസ് ആണ്. തിയേറ്ററിൽ കാണേണ്ട പടം. പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഇരുന്നു പോകും. അടിപൊളി, അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങാൻ താമസിച്ചത്. ആ അവസാനത്തെ BGM വരെ ഭയങ്കര അടിപൊളിയായിട്ട്. അതുപോലെ സൗണ്ടും പിന്നെ ആക്ടിങ് ആണെങ്കിലും എല്ലാവരും അസ്കറൊക്കെ ആണെങ്കിലും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ അതെ, അടിപൊളി എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുപോലെ തന്നിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റും നമുക്ക് പ്രോപ്പർ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉറപ്പായിട്ട് കിട്ടാം. പിന്നെ ഇതൊക്കെ തിയേറ്ററിൽ കണ്ട് നമ്മൾ ജയിപ്പിക്കേണ്ട സിനിമ. താങ്ക് യു. കണ്ടിരിക്കാൻ പറ്റുന്ന പടമാണ്, ഒരു മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. അതെ, നല്ല രസം. കാരണം ഫ്രെയിംസും പരിപാടികളും മൊത്തം സൗണ്ട് എല്ലാം കൂടി വരുമ്പോൾ തിയേറ്ററിൽ എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ വീണ്ടും പുറകിലോട്ട് പോകുമ്പോ എന്തോ സസ്പെൻസ് ഒന്ന് മാറും, പിന്നെ അത് തന്നെ വരും. ആ കാലഘട്ടേ എക്സ്പീരിയൻസ് എന്ന് പറയും. നല്ല സൗണ്ടും നല്ല വിഷ്വൽ ക്വാളിറ്റി ഉള്ള തിയേറ്ററുകളിൽ പോയി പടം കാണാം. അടിപൊളി എക്സ്പീരിയൻസ് അല്ലേ സിനിമ, എല്ലാവർക്കും വർക്കായി. നമ്മൾ കാണാത്ത ഒരു രീതിയിലുള്ള സിനിമ ആയതുകൊണ്ട് അതിന്റെ ഒരു ഭയങ്കര ത്രില്ലിംഗ് ആണ്.